കുഞ്ഞബ്ദുള്ള നമസ്കാരം. അങ്ങ് ഈ കേസ് വന്നത് വാർത്ത കേട്ട് പേടിച്ചില്ലല്ലോ അല്ലേ? ഇപ്പോഴല്ല അറിയുന്നത്, ഇങ്ങനെ വാർത്താ ചാനലിൽ കാണുമ്പോൾ. ഞാൻ ഖത്തറിലല്ലേ ഉള്ളത്. അതെ അതെ, കേസെടുത്ത വാർത്ത കേട്ട് പേടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞതാ. ഇങ്ങനെ പേടിയൊന്നുമില്ല. എന്തിനാ പേടിക്കുന്നത്? യഥാർത്ഥത്തിൽ ആ കേസെടുത്തത് ശരിയായില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങളും പങ്കുവെച്ചത്. ശ്രീ കുഞ്ഞബ്ദുള്ള, കേസെടുക്കേണ്ട കാര്യം എന്താന്ന് എനിക്കറിയില്ല. അതിലൊരു മതവികാരമൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അതെ, അതിനകത്തൊരു രാഷ്ട്രീയ സംഭവത്തെക്കുറിച്ച് ഹാസ്യാത്മകമായിട്ട് അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ മതവിശ്വാസം മാത്രമല്ലല്ലോ, അതൊരു പൊതുസമൂഹത്തിന്റെ വിഷയം കൂടിയാണ്. അപ്പോൾ അതിൽ പാട്ടെഴുതിയതാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മതവികാരം വ്രണപ്പെടുത്തി എന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല, അങ്ങനെ ഒരു മതവികാരം വ്രണപ്പെട്ടതായിരിക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദം പ്രകടിക്കാൻ തയ്യാറാണ്. അതിലിപ്പോ അയ്യപ്പ എന്ന വാക്ക് ഉപയോഗിച്ചതാണ് ചില അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായത് എന്നാണ് പരാതി കൊടുത്തിരിക്കുന്നയാൾ പറയുന്നത്. അതിപ്പോ അതെനിക്കറിയില്ല. അയ്യപ്പ എന്ന് പറയുമ്പോഴേക്ക് അതൊരു ബിസിനസ് സ്വർണം കട്ടുപോയത് അയ്യപ്പനോട് ഒരു പരാതി പറയുന്നില്ല അവര്. അതെ, നമ്മൾ അയ്യപ്പനെ അല്ലല്ലോ കളിയാക്കിയത് അല്ലേ? അയ്യപ്പനോട് അത് പറയുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അയ്യപ്പനോട് പറയുന്നതാണ് വിശ്വാസികൾ, അത്രയേ ഉള്ളൂ. ഈ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അയ്യപ്പ ഭക്തർക്ക്, ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയമായിട്ട് പറയുന്നതല്ല, അതല്ലാത്ത അയ്യപ്പ ഭക്തർ ആരെങ്കിലും അവരുടെ മതവികാരം വ്രണപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും അതിന് ഖേദം പ്രകടിപ്പിക്കും. അങ്ങനെ അവർക്ക് തോന്നുന്ന പക്ഷം അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് മതവികാരത്തെയും അതെ, അല്ല അത് അങ്ങനെ പൊതുവെ പാട്ട് കേട്ട് തോന്നിയോ? എനിക്ക് തോന്നിയിട്ടില്ലെന്ന് മാത്രമല്ല കുഞ്ഞബ്ദുള്ള, ഞാനത് മുഴുവൻ ഇപ്പോൾ ചർച്ചയിൽ പറയുകയായിരുന്നു. അതൊരു രാഷ്ട്രീയ വിമർശനമായിട്ടാണ് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അയ്യപ്പനെ അല്ല അതിൽ പറയുന്നത്, അയ്യപ്പനോട് പറയുന്നതാണ്. അതിൽ സഖാക്കന്മാർക്ക് പൊള്ളാനുള്ള സാധ്യതയുണ്ട് വിത്തിൻ ഇൻവേർട്ടഡ് കോമ. പക്ഷെ അതിനകത്ത് വസ്തുതാപരമായി എനിക്ക് വിയോജിപ്പുണ്ട് കേട്ടോ. പക്ഷെ എന്നാൽ പോലും അതിനകത്തെ പരിഹാസം അയ്യപ്പനോടല്ല. ഇല്ലല്ല, അയ്യപ്പനോട് ആ ഭക്തന്മാർ അവര് പരാതി. ഓക്കെ, ശ്രീ കുഞ്ഞബ്ദുള്ള അവിടെ KMCC സംഘടനയിലെ അംഗമാണോ? അങ്ങനെ എന്തെങ്കിലും ചുമതല വഹിക്കുന്നുണ്ടോ? അയ്യപ്പനോട് ഒരു പരാതി പറയുകയാണ്, അല്ലാണ്ട് അയ്യപ്പനെ ആക്ഷേപ. ശ്രീ കുഞ്ഞബ്ദുള്ള, താങ്കൾക്ക് ഏതെങ്കിലും സംഘടനകളുമായിട്ട് അവിടെ അങ്ങനെ എന്തെങ്കിലും ബന്ധമോ പിന്തുണയുണ്ടോ? KMCC പോലെ? ഓക്കെ, അതിനകത്തോട് വിശദീകരണം. ഓ, കോൺഗ്രസ് ആണ്. ഓക്കെ, ഫൈൻ. അപ്പം കോൺഗ്രസിന്റെ സംഘടനയായിട്ട് ബന്ധമുണ്ട്. അതെ, അപ്പൊ ആ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി എഴുതിയ ഒരു കവിതയാണ്, അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ അതിനെ കാണേണ്ടതില്ല എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. ഇനി ഏതെങ്കിലും അയ്യപ്പ ഭക്തർക്ക് അങ്ങനെ മതവികാരം വ്രണപ്പെട്ടെന്ന് തോന്നിയാൽ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാണ്. ഓക്കെ ഓക്കെ, അതിനകത്ത് കോൺഗ്രസിനെ പറയേണ്ട രാഷ്ട്രീയം പറഞ്ഞതേ ഉള്ളൂ. അതെ അതെ, കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് അതിലൂടെ പറയാൻ ശ്രമിച്ചത് അല്ലേ? ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ അങ്ങയെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചില പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നത് ശ്രീ കുഞ്ഞബ്ദുള്ള? ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിൽക്കുന്നു. ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് കയറും, അത്രയേ ഉള്ളൂ. ഇത് എഴുതുന്ന സമയത്തെ ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടാണോ ഈ കവിത എഴുതുന്നത്? അതല്ലല്ലോ, ഇത് കേട്ട സമയത്ത് ഒരു കവിത എഴുതി. ഇതിനു മുമ്പ് ഇങ്ങനെ എഴുതാറുണ്ടോ കുഞ്ഞബ്ദുള്ള? എഴുതിയിട്ടുണ്ട്, ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു 10-600 പാട്ട് എഴുതി. എനിക്ക് കവിതാ പുസ്തകമുണ്ട്. എന്റെ മാപ്പിളപ്പാട്ടിന് പറഞ്ഞ ചരിത്രം എന്നൊരു പുസ്തകം തന്നെ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോ ഇതിലെ കേസിനെ നിയമപരമായി തന്നെ നേരിടും. എനിക്ക് തോന്നുന്നു നേതാക്കളെല്ലാവരും അതിന് പിന്തുണയുണ്ട്. ഓക്കെ, കേരളത്തിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ താങ്കൾക്കൊപ്പം, ഇടതുപക്ഷത്തിലെ ഒരു വിഭാഗം ആളുകളും താങ്കളെ പിന്തുണയ്ക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാഴ്ചപ്പാട്. അതല്ല,
അതെ, അത്രയേ ഉള്ളൂ. അതല്ല, കേസിന്റെ നിയമപരമായിട്ടല്ലാണ്ട് എങ്ങനെയാ നേരിടുക? കഴിയും. ഞാനൊരു അഹിംസ ഓക്കെ, നിയമപരമായി തന്നെ നേരിടും. ഇത് ഇതിനൊരു രണ്ടാമത്തെ ഒരു ഭാഗം എഴുതാൻ സാധ്യതയുണ്ടോ? ഈ കുഞ്ഞബ്ദുള്ള, ഇതിനൊരു രണ്ടാം ഭാഗം ഇനി വരാനുള്ള സാഹചര്യമുണ്ടോ? ഭാഗം എന്ന് പറഞ്ഞാൽ അത് ഇനിയത്തൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോ പാട്ടിന് അങ്ങനെ ഒരു രണ്ടാം ഭാഗം ഉണ്ടാവും, ഒരു സിനിമക്ക് ഉണ്ടാവും, ഒരു പാട്ടിന് രണ്ടാം ഭാഗം ഉണ്ടാവോ? അപ്പൊ ഈ ഒരു പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് വരാൻ സാധ്യതയുണ്ടോ? സാധനമായിരിക്കൂലേ? അങ്ങനെ വരാൻ സാധ്യത കുറവായിരിക്കും. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് വരുന്ന പ്രശ്നം എഴുതുക. ഓക്കെ, ശരി കുഞ്ഞബ്ദുള്ള, അപ്പം ധൈര്യമായി നിയമപരമായത് നേരിടൂ. കാരണം പ്രഥമ ദൃഷ്ട്യാ നമുക്കതിനകത്ത് മതവികാരം വ്രണപ്പെട്ടതായിട്ട് കാണുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ അഴിമതി ഗാനമായിട്ടും അത് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാവുന്നില്ല. ഇനി അത് പോലീസാണ് അന്വേഷിക്കുന്നത്. എന്തായാലും അന്വേഷണവുമായി സഹകരിക്കും, നിയമപരമായി നേരിടും, അല്ലേ? ഓക്കെ, താങ്ക് യു ശ്രീ കുഞ്ഞബ്ദുള്ള. കുഞ്ഞബ്ദുള്ളയാണ് ഈ പാട്ട് എഴുതിയത്. ഈ കേസിലെ ഒന്നാമത്തെ പ്രതി കുഞ്ഞബ്ദുള്ളയാണ്. ഖത്തറിലെ പ്രവാസിയാണ് ഈ കുഞ്ഞബ്ദുള്ള. അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവിയായ ധാരാളം ഇതേപോലെ പാട്ടുകളൊക്കെ എഴുതിയ ഒരു കവി കൂടിയാണ്. അദ്ദേഹമാണ് ഈ കേസിൽ ഇപ്പോൾ